കഴിഞ്ഞയാഴ്ചയുടെ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രസൻസ് ഇടപാടുകൾ ആയിരിക്കും അനുഭവിക്കുവാനായിട്ടിടയായി. നമ്മളെ എവിടെയും ദൈവം സൂക്ഷിച്ചു. എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവം നമ്മെ ക്ഷേമത്തോടെ സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല ആലോചനകൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ഒരു വേദഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് ദൈവവചന അല്പം സമയം കൂടെ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Ephesians chapter 4 verse 1 to 3. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമേ. I'm reading in English Ephesians chapter 4 verse 1 to 3 in New Living Translation. Therefore I, a prisoner for serving the Lord, beg you to lead a life worthy of your calling. For you have been called by God. Always be humble and gentle. Be patient with each other, making allowance for each other's fault because of your love. Make every effort to keep yourself united in the Spirit, binding yourself together with the peace. ഈ വേദഭാഗത്തു നിന്നും വിളിക്ക് യോഗ്യമാകുമെണ്ണം നടക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഐ എം ട്രൈങ് ടു ഷെയർ സംതിങ് ഇൻ ദ സബ്ജക്ട് വാക്ക് വർത്തി ഓഫ് യുവർ കോളിംഗ്. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെണ്ണം നടക്കുക. എഫെസ്യ ലേഖനത്തെ കുറിച്ച് ഒരു ആഴമായ മുഖവരയൊന്നും പറയുവാൻ സമയമെടുക്കുന്നില്ല. കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണെന്ന് നമുക്കറിയാമല്ലോ. വളരെ ആഴമായ ഉപദേശ സത്യങ്ങൾ അടങ്ങിയ ഒരു ലേഖനമാണിത്. പൗലോസാണ് ഇതിന്റെ എഴുത്തുകാരൻ. 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററുകൾ ഉപദേശപരമായ കാര്യമാണ്. 4 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകൾ പ്രാക്ടിക്കൽ ലൈഫാണ്. എപ്പോഴും പൗലോസിന്റെ ജീവിതം ഉപദേശവും പ്രായോഗികവും പാരലായി കൊണ്ടുപോകുന്ന ലേഖനങ്ങളാണ് തന്റെ ലേഖനങ്ങളെല്ലാം. താൻ 1 മുതൽ 3 വരെയുള്ള ചാപ്റ്ററുകൾ പറഞ്ഞിരിക്കുന്ന ആ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ, ബേസ്ഡ് ഓൺ ദാറ്റ് doctrines, he is pleading or requesting to others, based on these blessings you walk worthy of your calling. ഈ നമ്മൾ പഠിച്ച ആ ഉപദേശ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വിളിയെ ഓർത്ത് യോഗ്യമാകും വണ്ണം നിങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ ജീവിക്കണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയം അതാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്നുള്ളത്. അദ്ദേഹം ഇവിടെ 4-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് therefore I, a prisoner for serving the Lord. അദ്ദേഹം നീറോ കൈസർ അദ്ദേഹത്തെ ഒരു കാരാഗ്രഹത്തിലാക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് I am not a prisoner of Nero, but I am a prisoner of Jesus Christ, serving the Lord. കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ കർത്താവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ബദ്ധനാണ്, പ്രിസണറാണ് ഞാനെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് I beg you to lead a life worthy of your calling. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെണ്ണം നടക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. I beg you. അപ്പൊ നമ്മെ വിളിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. നമ്മെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ആരും ഇവിടെ വെറുതെ യാദൃച്ഛികമായിട്ട് അങ്ങ് വന്നതല്ല.
നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ, ദൈവം നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ അത് എന്ത് ചെയ്യും? തഴയ്ക്കും. മഴയൊക്കെ പെയ്യുമ്പം വെള്ളത്തിന്റെ ഒഴുക്കിൽ ഒഴുകി വരുന്ന അരികളൊക്കെ ഉണ്ട്, അതവിടെ ഇവിടെ കിടന്ന് വിളിക്കും. പക്ഷേ ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവരുണ്ട്, അവരെ ദൈവം നട്ടതാണ്. നമ്മെ ദൈവം നട്ടിരിക്കുന്നവരാണ്. സ്തോത്രം. അപ്പോ ദൈവം എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? ദൈവനെ നമ്മൾ വായിച്ചാൽ ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വാട്ട് ഈസ് അവർ കോളിംഗ്? അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. 1 യോഹന്നാൻ 3:1. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ 1 യോഹന്നാൻ 3:1 നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ദൈവ മക്കളെന്ന് നമ്മെ വിളിക്കപ്പെടുവാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതിനാണ്. എന്റെ മക്കളാകുവാനായിട്ട് വരുന്നില്ലെന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാണ്. നമ്മൾ ദൈവ മക്കളാണ്. മതി. ദൈവ മക്കളെന്ന് നമ്മെ വിളിക്കപ്പെടുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഞാന് ഒരു കാര്യമാണ് ചെയ്യുന്നത്, 3:14, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനായിട്ട് അണിയുണ്ട് ക്രിസ്തുവേശു പരമ വിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ ഞാൻ പോവുകയാണ്. അപ്പൊ എനിക്കൊരു വിളിയുണ്ട്. എന്റെ വിളി എന്ന് പറയുന്നത് പരമവിളി, ഹൈ കോളിംഗ്, കോളിംഗ് ഫോർ അപ്വേർഡ്, ഉയരത്തിലേക്കുള്ള ഒരു വിളിയാണ് എന്റെ വിളി എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 തീമോഥെയോസ് 1:9 നമ്മൾ വായിക്കുന്നത്, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. 2 തീമോഥെയോസ് 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരായിരിക്കാൻ, വിശുദ്ധ വിളിക്ക് വേണ്ടിയാണ്. അതൊരു ഹോളി കോളിംഗ്, വിശുദ്ധമായ വിളിയാണ്. തുടർന്ന് നാം 1 കൊരിന്ത്യർ 1:26 വായിക്കുന്നുണ്ട്, ദൈവം സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ഓർക്കുകയും അവൻ ലോകത്തിൽ ലോകപ്രകാരം ജ്ഞാനികൾ ഏറെ പേരെ വിളിച്ചിട്ടില്ല, ധനവാന്മാരും ഏറെ പേരെ വിളിച്ചിട്ടില്ല, കുലീനരും ദരിദ്രരുമായ നമ്മെ പോലെയുള്ളവരെയാണ് വിളിച്ചിരിക്കുന്നത്. എളിമത്വത്തിൽ, വളരെ എളിമത്വത്തിലാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എബ്രായർ 3:1 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ഹെവൻലി കോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ ചെന്ന് ചേരും. സ്വർഗീയ വിളിക്ക് സ്വർഗത്തിൽ ചെന്ന് ചേരാനാണ് നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്നാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിളി ഇങ്ങനാകയാൽ ഒരു ദിവസം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ചേരാനാണ് വിളിച്ചിരിക്കുന്നതാകയാൽ, വിശുദ്ധരായിരിക്കാനാണ് വിളിച്ചിരിക്കുന്നതാകയാൽ, നമ്മുടെ എളിമത്വത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്നതാകയാൽ നമ്മൾ ആ വിളിക്ക് യോഗ്യമാകും വണ്ണം നമ്മൾ നടക്കണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ താഴെ ഒരു 7 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 7 പോയിന്റ്സ്, എല്ലാം ഒന്നെന്നാ പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, നമ്മൾ നിങ്ങളെ ഏക പ്രത്യാശ, വൺ ഹോപ്പ്, വൺ ബോഡി, വൺ സ്പിരിറ്റ്, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, വൺ ഗോഡ്. എല്ലാം 7 കാര്യങ്ങൾ. ഒന്ന് ഇതെല്ലാം ഒന്നാകിയാൽ, എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവവും ഒരുവനാകിയാൽ നമ്മൾ എങ്ങനെ നടക്കണം? വിളിച്ചിരിക്കുന്ന യോഗ്യമാകും വേണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയും. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം നമ്മൾ നടക്കണമെന്ന് പറഞ്ഞാൽ
പൗലോസിന്റെ ആ പ്രബന്ധം താൻ അവതരിപ്പിക്കുന്നത് നമ്മൾ വാക്ക് ഇൻ യൂണിറ്റി, ഐക്യതയിലാണ് നമ്മൾ നടക്കേണ്ടത്. അതിന് 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കും. 7 പൂർണ്ണമായ കാര്യമാണ്. അതാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ യോഗ്യമായിട്ട് നടക്കണം. അദ്ദേഹം ഇത് പറയാൻ കാരണം, കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെ തലേ രാത്രിയിൽ കർത്താവ് ഒരു കാര്യം പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യമാണ്. അത് തന്നെ ഞാൻ വീണ്ടും ഇന്ന് വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ 21-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന്. ഇതായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. യേശുവേ, ഞാൻ നിന്നിലും നീ എന്നിലുമായിരിക്കുന്നത് പോലെ അവര് എന്നിലായിരിക്കണം. അപ്പൊ ഞാനും അവരുമായിട്ട് ഐക്യതയിലായിരിക്കണം, യൂണിറ്റിയിലായിരിക്കണം. അവര് അന്യോന്യം ഐക്യതയിലായിരിക്കണം. ഞാൻ എന്റെ മഹത്വം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ആ മഹത്വം അവരിൽ വെളിപ്പെടണമെങ്കിൽ ഈ റിക്വയർമെന്റ്സ് നടക്കണം. അവര് എന്നിൽ വസിക്കണം. നീ എന്നിൽ വസിക്കുന്നത് പോലെ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവര് നമ്മിൽ ഒന്നായിരിക്കണം. അവരുടെ ജീവിതത്തിലും ഒന്നായിരിക്കണം. യേശു ഇത് പ്രാർത്ഥിക്കുവാൻ കാരണം, ഫ്യൂച്ചറിൽ യേശു സ്ഥാപിക്കുവാൻ പോകുന്ന, സഭ നേരിടുവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഡിവിഷനായിരിക്കും, ഭിന്നതയായിരിക്കും. അത് സംഭവിക്കാതിരിക്കുവാൻ യൂണിറ്റിക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിച്ചത്. യേശുവിന്റെ പ്രാർത്ഥന എപ്പോഴും പിതാവ് കേൾക്കുന്നതാണ്. പൗലോസിന്റെ ആഗ്രഹം യേശു കർത്താവിന്റെ ആ ആഗ്രഹം നിവർത്തിയാകണം. തന്റെ പ്രസംഗവും തന്റെ പ്രാർത്ഥനയും തന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇതായിരുന്നു. യേശു കർത്താവ് ആഗ്രഹിച്ചത് നടക്കണം. ദൈവവുമായി ഐക്യതയിലാകണം, അന്യോന്യം ദൈവമക്കൾ ഐക്യതയാകണം. അങ്ങനെ ഐക്യതയിലായാൽ അതിന് വലിയ അനുഗ്രഹമുണ്ട്. There are several blessings comes because of this unity. നമുക്കറിയാമല്ലോ, ഒന്നിലധികം പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. Wherever 2 or 3 gathered in my name, I will be there. That means our unity can bring heaven on earth. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ ഭൂമിയിൽ ഇറക്കിക്കൊണ്ട് വരുവാൻ കഴിയുന്നതാണ് ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത്, ഐക്യമാകുന്നത്. മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 19 and 20. 19 പറയുന്നത് എന്താ? 2 പേർ ഐക്യമത്യപ്പെട്ട് എന്തപേക്ഷിച്ചാലും അവർക്ക് ലഭിക്കുമെന്ന്. അപ്പം നമ്മൾ ഐക്യമത്യപ്പെടുന്നവർക്ക് സ്വർഗം വരും. നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയും കിട്ടും. അത് ഭയങ്കര കാര്യമില്ല. അപ്പം പിശാചിന് ഇതറിയാം, പിശാചിന് ഇതറിയാം. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ഇവർ ഐക്യമാകരുത്, ഇവരൊരുമിച്ച് കൂടുകയും വരുത്. അതിനുവേണ്ടിയാണ് അവൻ ആരംഭം മുതൽ അവൻ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും എല്ലാം ഉണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ ഭിന്നിപ്പിക്കുക. ഭിന്നിപ്പിച്ചു കഴിയുമ്പോൾ അവിടെ അനുഗ്രഹം വരത്തില്ല. പേരൻസും മക്കളും അവരെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അതിന് അനുഗ്രഹം പറ്റത്തില്ല. സഭയില് വാസ്തവ വിശ്വാസികളും അന്യോന്യ വിശ്വാസികൾ തമ്മിൽ അങ്ങ് ഭിന്നിപ്പിക്കുകയാണെങ്കിൽ അവിടെ അനുഗ്രഹം ഇല്ലാതാക്കാം. ദൈവം വരത്തില്ല, അവിടെ ദൈവം ഇറങ്ങി വരത്തില്ല. അപ്പൊ അതിന് തടയാൻ വേണ്ടിയാണ് ഇവൻ ചെയ്യുന്നത്. അതിനവൻ എല്ലാവിധ മാർഗവും ഉപയോഗിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സ്തോത്രം. പക്ഷേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒരുപോലല്ല.
എല്ലാവർക്കും ഒരുപോലത്തെ സ്വഭാവമല്ല, ഒരുപോലത്തെ കഴിവല്ല. നമ്മൾ ഏത് അധ്വാനവും ചെയ്ത് ഐക്യത സൂക്ഷിക്കണം. നമ്മൾ ആരുമല്ല ഐക്യത കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മളിവിടെ വായിച്ചൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആത്മാവിന്റെ ഐക്യത. അപ്പോൾ ആരാ ഐക്യത തരുന്നത്? സോഴ്സ് ഓഫ് യൂണിറ്റി ഈസ് ഗോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവും ദൈവവുമാണ് ഐക്യത നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളുടെ ഒരു എഫർട്ട് ഇല്ലാത്തതുകൊണ്ട് എന്താ? അടുത്ത വാക്യം എന്താ നമ്മൾ വായിച്ചത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ പാർട്ടാണ്. ഐക്യത തരുന്ന ദൈവമാണ്. പക്ഷെ we need to make some effort to maintain our unity. നമ്മുടെ യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കണം. അത് പരിശ്രമിക്കുന്നതിന് നമ്മൾ അല്പം വിലയൊക്കെ കൊടുക്കേണ്ടി വരും. സ്തോത്രം. പൂർണ്ണ വിനയം അവിടെ വേണം, സൗമ്യത വേണം, ദീർഘക്ഷമ വേണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ പക്ഷത്തു നിന്നും ഉണ്ടാകേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യുകയുണ്ടായി. സ്തോത്രം. അപ്പം യൂണിറ്റി നിലനിർത്തണമെങ്കിൽ പൂർണ്ണ വിനയം, we need to humble ourselves. പൂർണ്ണ വിനയം ഉണ്ടായിരിക്കണം. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹംബിൾ ആകുക. പിന്നെ എനിക്ക് തോന്നുക എല്ലാവരേക്കാളും എല്ലാ വിധത്തിലും ബെറ്റർ ഞാനാണെന്ന് വിചാരിച്ചാൽ അവിടെ വിനയമില്ല. അവിടെ പിന്നെ വേറൊരാൾ പറയും അതല്ല ഞാനാ ബെറ്റർ എന്ന് പറയും. അപ്പോൾ നമ്മൾക്ക് അവിടെ നമ്മുടെ ഐക്യത നമുക്ക് കീപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ വായിക്കുന്നത്, ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5. എന്താ? ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താണവനായി ഇറങ്ങി വന്നു. അതിന്റെ വിവരണങ്ങൾ ഫിലിപ്പിയർ 2:5 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ അതിപ്പോൾ സമയം എടുക്കുന്നില്ല വിവരിക്കുവാൻ. ക്രിസ്തു യേശുവിന്റെ മനസ്സ് നമുക്ക് വന്നാൽ നമ്മൾ പൂർണ്ണ വിനയമുള്ളവരാണ്. അടുത്തത് നമ്മൾക്ക് സൗമ്യത വേണം, മീക്ക്നെസ്. എന്താണ് ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ? സാധാരണ നമ്മൾ പറയാറുണ്ട് വീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. നമ്മളുടെ സൗമ്യത എന്ന് പറയുന്നത് കഴിവില്ലായ്മ ആണെന്ന് വിചാരിക്കല്ലേ. സൗമ്യത എന്ന് പറയുന്നത് കഴിവില്ലായ്മ അല്ല. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്, ബട്ട് വാട്ട് ഈസ് മീക്ക്നെസ്? പിന്നെ മീക്ക്നെസ് എന്ന് പറഞ്ഞ എന്തുവാ? സ്തോത്രം. അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. മീക്ക്നെസ് മീൻസ് ഹാവിംഗ് പവർ ദാറ്റ് ഈസ് അണ്ടർ കൺട്രോൾ. അത് ഉദാഹരണത്തിലൂടെ ഞാൻ വരുന്നത്, നമ്മൾ ഈ ആനിമൽസിനെയൊക്കെ കാണുമ്പം കുതിരയെ നമ്മൾ കാണാറുണ്ട്. കുതിര ശക്തി അളക്കുന്നത് പോലും ഹോഴ്സ് പവർ എന്ന അത്ര പവറാ. അതിന്റെ മസിലിനും അതിന്റെ കാലിനും കൈക്കും എല്ലാം ഭയങ്കര പവർ. എന്നാൽ ആ പവർ ഉപയോഗിച്ച് ഇവനങ്ങ് നടക്കുവാണെങ്കിൽ സകല മനുഷ്യരെയും ചവിട്ടി നശിപ്പിച്ചില്ലാതാക്കും. പക്ഷേ ഒരു സാഡിൽ അതിന്റെ പുറത്തിട്ട് ഒരു മനുഷ്യൻ അതിനെ കയറി അതിന്റെ കടിഞ്ഞാണോട് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പോകുന്നിടത്തെല്ലാം അവൻ ഉദ്ദേശിക്കുന്നിടത്ത് പോലെ എല്ലാം അവനെ കൊണ്ടു കിടക്കാൻ ലീഡ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? കുതിരയ്ക്ക് ഭയങ്കര പവറാ, പക്ഷേ ദാറ്റ് പവർ ഈസ് അണ്ടർ കൺട്രോൾ. നമ്മൾക്ക് പവർ ഇല്ലെന്നല്ല, ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടായിരിക്കും, മറുപടി പറയാൻ കഴിയുമായിരിക്കും, നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അവിടെ അത് പവർ ഉപയോഗിക്കാതെ if we can control that emotion, that situation, that is meekness. അതിന്റെ മറ്റൊരു തെളിവൂടെ ഞാൻ ഓർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുവിനെ പിടിക്കുവാനായിട്ട് വാളും വടിയും തീപ്പന്തവുമായി റോമൻ പടയാളികൾ വലിയൊരു കൂട്ടം ആളുകൾ കടന്നു വന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ വന്നവരുടെ ആ
ജോലിക്കാരിൽ ഒരുത്തന്റെ കാത് പത്രോസ് കണ്ടിച്ചു കളഞ്ഞു. വാളെടുത്ത് വെട്ടിക്കണം. അയാൾ മഹാപുരോഹിതന്റെ ദാസന, പക്ഷെ ഈ അറസ്റ്റിംഗ് സർവീസിൽപ്പെട്ട ഒരു ജോലിക്കാരൻ. അയാളെ വെട്ടിക്കണം. പക്ഷേ യേശു പറഞ്ഞു, പത്രോസെ വാള് പറയില്ല, വാളെടുക്കുന്നവൻ വാളാൻ നശിക്കും. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയുക, നീ വിചാരിക്കുന്നുണ്ടോ എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന്? ഞാൻ ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചാൽ 12 ലഗിയോനിലും അധികം ഏഞ്ചൽസിനെ ഇപ്പൊ ഇറക്കി ഇവനെ എന്നാ ശരിയാക്കായിരുന്നു. എനിക്ക് ശക്തിയില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. 12 ലഗിയോൻ എന്ന് പറഞ്ഞാൽ, ഒരു ലഗിയോൻ എന്ന് പറഞ്ഞാൽ 6000 ആണെങ്കിൽ 12 72 72,000 ഏഞ്ചൽസ്. ഒരൊറ്റ ഏഞ്ചൽ വന്നാൽ എന്ത് സംഭവം നടക്കും? അപ്പൊ പത്രോസ്, എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഇവരെയൊക്കെ ഫേസ് ചെയ്യാൻ ശക്തിയുണ്ട്, പക്ഷെ എന്റെ പവർ അണ്ടർ കൺട്രോളിലാണ്. വേറെ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ എന്റെ ശക്തി വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ, നമ്മൾ യൂണിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വില കൊടുക്കണം. പൂർണ്ണ സൗമ്യതയുള്ളവരായി, നമ്മൾ പൂർണ്ണമായിട്ട് വിനയമുള്ളവരും സൗമ്യതയുള്ളവരുമായി നാം ആയിരിക്കണം. അടുത്തത് എന്താന്ന് പറയാമോ? അന്യോന്യം സ്നേഹത്തിൽ, സൗമ്യത്തിൽ, ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഗ്രീക്ക് വേർഡ് നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെയായി അർത്ഥം, ലോങ് ടെമ്പേഴ്സ്. ലോങ് ടെമ്പർ ഉള്ളവർ. ലോങ് ടെമ്പറിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? ഷോർട്ട് ടെമ്പർ. എന്തൊക്കെ കേട്ടില്ല അവര് കോപിച്ച് ശരിയാക്കുക. അതാണ് ലോങ് ഷോർട്ട് ടെമ്പർ എന്ന് പറഞ്ഞത്. ലോങ് ടെമ്പറോട് ശാന്തമായി. നമ്മുടെ കർത്താവിനെ നമ്മൾ എന്താ പറയുന്നത്? അവൻ ദീർഘക്ഷമയുള്ളവൻ. ദൈവത്തെ പോലെ നമ്മളാകണ്ടേ? അപ്പൊ നമ്മൾ ഷോർട്ട് ടെമ്പർ ആകരുതെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ ആ അക്യത കാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സൗമ്യതയും പൂർണ്ണ വിനയവും സൗമ്യതയും ദീർഘക്ഷമയും ഉള്ളവരായി സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. സ്തോത്രം. മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതും എതിർത്തതും എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിയാലും അതെല്ലാം നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ യൂണിറ്റി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളുടെ മധ്യത്തിൽ യേശു പ്രാർത്ഥിച്ചിരിക്കുന്ന, പിതാവേ, നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുക. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരായി. ആ ദൈവത്തിന്റെ മഹത്വം നമുക്ക് തന്നിരിക്കുകയാണ്. ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തോടും യേശുവിനോടും മനുഷ്യരോടും സഭയോടും എല്ലാം നമ്മൾ ഐക്യതയുള്ളവരായിരിക്കണം. ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് വീട്ടിലൊക്കെ ഉള്ളവര്, രണ്ട് സ്വഭാവക്കാര്. അവർക്ക് എപ്പോഴും അഭിപ്രായങ്ങൾ വ്യത്യാസമൊക്കെ കാണും. ഒക്കത്തില്ല, ഒറ്റ അഭിപ്രായം പറ്റത്തുള്ളൂ എന്നല്ല എന്റെ അർത്ഥം. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വാതന്ത്ര്യമുണ്ട്. ഭാര്യയ്ക്ക് അഭിപ്രായം പറയാൻ ഭർത്താവ് സമയം കൊടുക്കണം, അവന് അനുവാദം കൊടുക്കണം. ഭർത്താവിന് അഭിപ്രായം പറയാൻ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ട് ഒടുവിൽ അവർ തീരുമാനിക്കണം, എന്റെ അഭിപ്രായം ഇതാണ്. പക്ഷെ ദൈവം ആക്കിയിരിക്കുന്ന അധികാരം അനുസരിച്ച്, അതോറിറ്റി അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തോ. അപ്പോഴേക്കും അവിടെ ഭിന്നത മാറി, യൂണിറ്റിയായി. ഇല്ല, എനിക്കാണ് കൂടുതൽ അറിയാവുന്ന കാര്യം. ദൈവം നേരിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ അന്നേച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ? അവിടെ ഭിന്നതയാണ്, അവിടെ കലഹമാണ്, അവിടെ യൂണിറ്റി ഇല്ല. ജയിച്ചു. നിങ്ങൾക്കറിയാമോ ഈ ഭിന്നത ആരംഭിച്ചത് എവിടെയാണെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. ഭിന്നത ആരംഭിച്ചത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ദൈവം നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പല പ്രധാന ഏഞ്ചൽസ് ഉണ്ട്. യുദ്ധത്തിനും മറ്റും പോകുന്നവരുടെ പ്രധാനി എന്ന് പറയുന്നത് മീഖായേലാണ്, മൈക്കൽ ആർക്കേഞ്ചൽ. മെസ്സഞ്ചേഴ്സിന്റെ ഒക്കെ ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് ഗബ്രിയേലാണ്. വർഷിപ്പിനൊക്കെ ഒരു ആർക്കേഞ്ചൽ ഉണ്ടായിരുന്നു, ലീഡർ ഉണ്ടായിരുന്നു. അവന്റെ പേര്
ലൂസിഫർ എന്നാണ്. അവൻ ചിറക് ഉയർത്തുമ്പോൾ തന്നെ വിടർത്തുമ്പോൾ തന്നെ ഭയങ്കര മ്യൂസിക്കാ വരുന്നത്. സൗന്ദര്യപൂർണനും ജ്ഞാനസമ്പൂർണനുമാണ്. ഒടുവിൽ അവന് തോന്നി, എനിക്കൊരാഗ്രഹം, എനിക്ക് സ്വർഗത്തിൽ കയറണം. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്തത് ആരാ? അത് നല്ല ആഗ്രഹം. ലൂസിഫർ ആണെങ്കിലും സ്വർഗത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ അതുകൊണ്ട് നിർത്തിയില്ല. എനിക്ക് സ്വർഗത്തിൽ കയറണം, എന്റെ സിംഹാസനം അവന്റെ സിംഹാസനത്തിന് മേളിൽ വെക്കണം, എനിക്ക് അത്യുന്നതനോട് സമനാകണം എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്ഥാനം അവരെടുക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിച്ചു. പിശാചിന്റെ എപ്പോഴും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനം, വേറൊരുത്തരുടെ സ്ഥാനം എടുക്കുക എന്നുള്ളതാണ്. ഞാനത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു സ്ഥാനമുണ്ട്. പക്ഷെ പിശാചിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ആ സ്ഥാനം അവനെടുക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കരുത്, നമ്മൾ അവനെ ആരാധിക്കണം. നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കാൻ ഇടയാകരുത്, എല്ലാം അവന് കൊടുക്കണം. സ്തോത്രം. എന്നിട്ട് അവനെ ദൈവം വെട്ടി താഴെയിട്ടപ്പോൾ ദൂതന്മാരിൽ 3 അവൻ വലിച്ചുകൊണ്ട് പോയി, 6 വർഷത്താക്കി എന്ന് പറഞ്ഞു. അപ്പം ഈ ലൂസിഫറിനെ വെട്ടിയിട്ടപ്പോൾ മൂന്ന് എണ്ണമില്ലാത്ത ദൂതന്മാരുണ്ട്. അവരിൽ 3 കൂട്ടരങ്ങൾ താഴെ പോയതാണ്. അവര് മൂന്നിലൊരു ഭാഗം താഴെ വീഴണമെങ്കിൽ ഇവനവിടെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നട വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് എന്താണെന്നറിയാവോ? ദൂഷണം, അപവാദം. നമുക്കും ദൈവത്തെ പോലെ ആകുന്നില്ല. ദൈവത്തിന്റെ സ്ഥാനത്ത് നമുക്കും ഇരിക്കാം, നമുക്കും ആരാധന സ്വീകരിക്കാം എന്ന് പറഞ്ഞ് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ദൂഷണങ്ങളും ഒക്കെ യോഗം പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ദൂതന്മാരിൽ പോലും 3 വശീകരിച്ചു. 3 ദൈവത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ച് അവരെ എല്ലാം ദൈവം താഴെ കളഞ്ഞു. ദൈവം ആകാശം ഉണ്ടാക്കിയത് നമുക്കറിയാം. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നരകം ഉണ്ടാക്കിയത് എപ്പോഴാണ്? ദൈവം നരകം ഉണ്ടാക്കിയത് എപ്പോഴാണ്? ദൈവം നരകം ഉണ്ടാക്കിയില്ല. ഈ വീഴ്ച വന്ന പിശാചിനോട് പോകാൻ പറഞ്ഞു നരകത്തിലേക്ക്. അന്നേരമാണ് നരകം ഉണ്ടായത്. അപ്പോ നരകം ഉണ്ടാക്കുന്നത് എവിടാന്നറിയാം? ആരാന്നറിയാവോ? ഭിന്നത ഉണ്ടാക്കുമ്പോഴാണ്. ഭിന്നതയാണ് നമ്മുടെ ജീവിതത്തെ നരകതുല്യമാക്കുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തോടും നമ്മൾ ഐക്യതയുള്ളവരാകണം. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഒന്നാമത് നമ്മൾ ദൈവത്തോട് ഐക്യതയുള്ളവരാണ്. ദൈവത്തോട് നമ്മൾ ഐക്യതയുള്ളവരായാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മൾ ഐക്യതയുള്ളവരാണ്. അവരെല്ലാവരും പൂർണ്ണരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ സൗമ്യത, വിനയം, ക്ഷമ, സ്നേഹം, ഇത് വരുമ്പോൾ ആ മറ്റതെല്ലാം നമ്മൾ മറന്നിട്ട് അവസാനമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ശകാരത്തിന് പകരം സാരമില്ലെന്ന് പറയാൻ എല്ലാവർക്കും ഒന്നും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഒരു ഗ്ലാസ് താഴെ വീണെന്ന് വിചാരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് പറയാ, ഓ എന്തൊരു കഷ്ടമാണ്, സൂക്ഷിക്കാനുണ്ടല്ലോ എന്ന് പറയാൻ ശകാരിക്കാൻ, ഓ സാരമില്ല, ഒരു ഗ്ലാസിന് ഇത്ര കാര്യം നമുക്ക് വേറെ മേടിക്കും എന്ന് പറയുവാണെങ്കിൽ അവിടെ എന്തൊരു സമാധാനത്തിലേ. നമ്മുടെ വായിലിരിക്കുകയായി ഈ സൗകര്യത്തിൽ സന്തോഷവും വഴക്കുണ്ടാക്കാനും അത് തന്നെ മതി. ഒരു സാധനം മേടിക്കാൻ നമ്മൾ മാർക്കറ്റിൽ പോയി, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയത്, പക്ഷെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു സാധനം കൊണ്ടുവരാൻ മറന്നു, മേടിക്കാൻ മറന്നുപോയി. അന്നേരം സൗമ്യതയോടാണ് എന്താ പറയുക, ആ സാരമില്ല, നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മേടിക്കാം. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ശരിക്കും ചൂടാകും, എത്ര പ്രാവശ്യം പോകണം, എന്ത് ഗ്യാസ് ചെലവാകുന്നു, അങ്ങനെയല്ലേ ഈനെല്ലാം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഭിന്നതയാ. സ്തോത്രം. അവിടെ സ്വർഗം ഉണ്ടാക്കുകയല്ല, നരകം ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭിന്നതകൾ നരകതുല്യമാക്കി നമ്മെ മാറ്റുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഐക്യതയുള്ളവരാകണം. ഞാൻ നേരത്തെ പറഞ്ഞു, സ്വർഗത്തിൽ പോകുവാൻ ഉള്ള ആഗ്രഹം നല്ലതാണ്. പക്ഷെ ദൈവത്തിന്റെ സ്ഥാനമെടുക്കുവാൻ ആഗ്രഹിച്ചത് അപേക്ഷയായിപ്പോയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആത്മീയമായിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും, അതിന് ആത്മീയമാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ അതിന് നമ്മൾ ദൈവത്തിന്റെ സമയത്തിനും നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനത്തിനും കാത്തിരിക്കാതെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഉത്സാഹം കൊണ്ട് നമ്മൾ അങ്ങ് ചെയ്യുവാൻ വിചാരിക്കുക, നരകമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ
ആത്മീയ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിയാ, നല്ല ആഗ്രഹമാണ്. പക്ഷെ ആത്മീയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ദൈവിക ജ്ഞാനത്തിനും ദൈവത്തിന്റെ സമയത്തിനും വേണ്ടി നാം ഈട് ചെയ്ത് കൊടുക്കണം. വളരെ നല്ല ഉദാഹരണം ബൈബിളുണ്ട്. എല്ലാത്തിനും മറുപടി ബൈബിളുണ്ട്. സമയമില്ലാത്തത് ഞാൻ ചുരുക്കുക. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായമാണെന്ന് തോന്നുന്നു. നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം അബ്രഹാമിന് വലിയൊരു വാഗ്ദത്തം കൊടുത്തു. എന്താണെന്നറിയാമോ? സ്തോത്രം. ദൈവത്തിന് അവനൊരു സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരു സന്തതിയുടെ ഒരു വാഗ്ദത്തം. കുറെ നാളൊക്കെ കാത്തിരുന്നപ്പം ഒന്നും നടക്കുന്നില്ല. അവസാനം വിചാരിച്ചു, എന്നാൽ ഇനി ദൈവത്തിന്റെ വാഗ്ദത്തം നടന്നില്ലെങ്കിൽ ദൈവത്തിന് തന്നെയല്ലേ നാണക്കേട്, എന്നാ പിന്നെ ഹാഗാറിനെ അങ്ങ് ഭാര്യയായിട്ടങ്ങ് സ്വീകരിക്കാം എന്ന് വിചാരിച്ച് ഹാഗാറിനെ എടുത്ത് ഭാര്യയായി ഒരു കൊച്ചുണ്ടായി, ഇസ്മായിൽ. അടുത്ത് നമ്മൾ എന്താ വായിക്കുന്നത് അതിനെ കുറിച്ച്? ആ വാക്യം എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകമാണോ? അല്ല, 4-ാം അധ്യായം 16-ാം അധ്യായം 12-ാം വാക്യാണ്. ഉൽപ്പത്തി 16-ന്റെ 12. അതെ, മതി. ഇന്ന് നമ്മളത് പ്രാർത്ഥിക്കുക. മിഡിൽ ഈസ്റ്റിൽ സമാധാനം വേണം കർത്താവേ. ഭയങ്കര വഴക്കാണ്, എന്ന് വഴക്കാം. പക്ഷെ ഇവിടെ ദൈവം അവരോട് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാവോ? അവന്റെ കയ്യ് എല്ലാവർക്കും വിരോധമായിരിക്കും, എല്ലാവരുടെ കൈ അവനും വിരോധമായിരിക്കും. അവൻ തന്റെ സഹോദരന്മാർക്ക് എതിരെ പാർക്കും എന്നല്ല ചെയ്തു. കാര്യം എന്താ? അതിന്റെ കാര്യം അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യൻ. എന്താ പറ്റി? ഇവിടെ ദൈവം നിനക്കൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നീ നല്ല കാര്യമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ സമയത്തിനും ദൈവത്തിന്റെ ഹിതത്തിനും കാത്തിരിക്കാതെ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ജഡം കൊണ്ട് നീ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പോയാൽ പോലും ഉണ്ടാകുന്നത് കാട്ടുകഴുതയായിരിക്കും. ഫലമുണ്ടാകുന്നതോ എതിര്, ഭിന്നത, വാഗ്വാദം, പ്രശ്നങ്ങൾ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ഭിന്നതകൾ ഉണ്ടാകാതെ, വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ, സമാധാനത്തോടെ സ്വർഗതുല്യമായി ജീവിക്കണമെങ്കിൽ, ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ എല്ലാ വിധത്തിലും ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉത്സാഹിക്കുന്നവരുമായിരിക്കണം. ദൈവസഭയുടെ പ്രധാനമായ ഉത്തരവാദിത്വം അതാണ്. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത് വീണ്ടും ഓർപ്പിക്കട്ടെ. ദൈവസഭയെ കുറിച്ചുള്ള ആദ്യത്തെ വെളിപ്പാട് കിട്ടിയത് യാക്കോബിനാണെന്ന് ഞാൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ അദ്ദേഹം തന്റെ സഹോദരനെ കളിപ്പിച്ച് അനുഗ്രഹവും മേടിച്ച് അപ്പനെ കളിപ്പിച്ച് ഒക്കെ ഓടിപ്പോവുകയാണ്. പോയ വഴിയിൽ അദ്ദേഹം ഒരു സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു. മുൻപോട്ട് പോകുവാൻ നിവർത്തിയില്ലാതെ വന്നു. അപ്പോഴദ്ദേഹം ഒരു കല്ലെടുത്തു വെച്ച് തലേണയായിട്ട് അതേ തല വെച്ച് കിടന്നാണ് ഉറങ്ങി. അങ്ങനെ ഉറങ്ങുമ്പോൾ രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു, ഒരു ഡ്രീം. ആ ഒരു കോവേഡിയുടെ ഡ്രീം നമുക്കറിയാവുന്നതാ. സ്വർഗദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഉറക്കമൊക്കെ ഉണർന്നു കഴിഞ്ഞപ്പം അദ്ദേഹം പറയുമോ, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്, ഇവിടെ ദൈവത്തിന്റെ ആലയമാണ്, ഇത് ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവം അറിയുന്നതാണ്, ദൈവം വസിക്കുന്നതാണ്. ഇത് ദൈവത്തിന്റെ ആലയമാണെന്ന് നമുക്കറിയാം. കാരണം ഇവിടെ ദൈവം നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ ഒന്നിലധികം പേർ എന്റെ നാമത്തിൽ അവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആരെന്തു പറഞ്ഞാലും കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇനിയും കർത്താവ് നമ്മളിലുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 Corinthians 3:16, 6:19 നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ യാക്കോബ് പറയുക, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. അടുത്തൊരു വാചകം കൂടെ നിങ്ങൾ മറക്കരുത്, ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാകുന്നു. ഇത് സ്വർഗത്തിന്റെ വാതിലാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ദൈവത്തിന്റെ ആലയം സ്വർഗത്തിന്റെ വാതിലാകണം. വാതിലെന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ എല്ലാം വരുന്നതാണ്. തുറക്കുന്ന അത് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വരുന്നത്.
സ്വർഗത്തിലേക്ക് കയറുവാനുള്ള ഇടം. വാതിൽ അതിനല്ലേ, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതല്ലേ. ഇത് ദൈവത്തിന്റെ ആലയം, ഇത് സ്വർഗത്തിന്റെ വാതിൽ. ആത്മീയർത്ഥം പറയാം, നിങ്ങളും ഞാനും ദൈവത്തിന്റെ ആലയമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആരാകണം? സ്വർഗത്തിന്റെ വാതിലാകണം. സ്വർഗാനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുന്ന വാതിലാകണം നമ്മൾ. നമ്മുടെ സഭ ദൈവത്തിന്റെ ആലയമാണ്. ആ ദൈവത്തിന്റെ ആലയം സ്വർഗത്തിന്റെ വാതിലാകണം. ആ സഭയിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ ഇറങ്ങി വരുന്ന ഇടമാകണം. അപ്പോഴാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. യേശു സഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ മത്തായി 16:18 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ ആലോചന ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരെയും ഭിന്നിപ്പിക്കും, എല്ലാവരെയും നശിപ്പിക്കും എന്ന് പറഞ്ഞ് അവന്റെ ആലോചനകൾ, അവൻ പാതാള ഗോപുരത്തിന്റെ മുമ്പിൽ കൂടിയാലോചനകൾ നടത്തി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആലയം സ്വർഗത്തിന്റെ വാതിലായി മാറിയാൽ പാതാള ഗോപുരങ്ങൾ അവരെ ജയിക്കത്തില്ലെന്ന് മാത്രമല്ല, പാതാള ഗോപുരങ്ങളെ അവര് തകർക്കും. കാര്യം ഇത് സ്വർഗത്തിന്റെ വാതിലല്ലേ. ഞാൻ സ്വർഗത്തിന്റെ വാതിലാണെങ്കിൽ, സഭ സ്വർഗത്തിന്റെ വാതിലാണെങ്കിൽ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് അനുഗ്രഹം നമ്മുടെ മേൽ പകരുകയാണ്, ദൈവശക്തി നമ്മുടെ മേൽ പകരുകയാണ്. അപ്പോൾ പാതാള ഗോപുരങ്ങളെ കണ്ടുപിടിച്ച് അതിനെ തകർക്കുവാൻ നമ്മൾ ശക്തരാകും. അതാണ് ദൈവത്തിന്റെ ആലയം. ഇന്ന് പകലിൽ നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം നമ്മൾ സ്വർഗത്തിന്റെ വാതിലായി മാറിയിട്ടുണ്ട്. സ്വർഗം ആഗ്രഹിച്ചാൽ നമ്മുടെ മേൽ അനുഗ്രഹം പകരുമോ? പരിശുദ്ധാത്മാവ് വന്ന് അന്യഭാഷകളിൽ പാടി ആരാധിക്കുമ്പോഴല്ല ഐക്യത വരുന്നത്. മനസ്സിലായോ? ആത്മാവിനും ഐക്യത വരും. പക്ഷെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, ആത്മാവ് വന്നത് ഐക്യത ഉണ്ടാക്കാനല്ല, ഐക്യത ഉണ്ടായതുകൊണ്ടാണ്. അവരെല്ലാവരും യേശുവിന്റെ അമ്മ മറിയയോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1:14 അപ്പോസ്തലൻ ആക്ട്സ് ചാപ്റ്റർ 1:14 അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ആ വലിയ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, ആ വലിയ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളെ പോലെ പ്രത്യക്ഷമായി. എപ്പോഴാണ്? ഐക്യത വരുമ്പോൾ. ദൈവമക്കളെ, ഐക്യതയില്ലാത്തടത്ത് ഉണ്ടാകുന്ന ബഹളങ്ങളൊന്നും ദൈവാത്മാവിന്റെ ബഹളങ്ങളല്ല, ആത്മാവിന്റെ ഫലവുമല്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിൽ ദൈവവുമായും ഞാനുമായും ഐക്യമായിട്ടാണോ? എന്റെ ഭവനത്തിൽ ഞാൻ ഐക്യതയിലാണോ? എന്റെ സഭയിൽ ഞാൻ ഐക്യതയിലാണോ? ആരോടെങ്കിലും ഞാൻ ഐക്യതയില്ലാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ആത്മാവിലൊന്നും ആരാധിക്കാൻ വാതുറക്കരുതെന്നാണ്. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം റാന്നിയിലെ ആ പ്രിൻസ് മാസ്റ്ററിനെ പ്രസംഗിക്കുന്നത് ബൈബിളിൽ ഞാനൊരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേട്ടു. അദ്ദേഹവും വേറൊരു ദൈവദാസനും കൂടി ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. വിശ്വാസികളുടെ വീട്, അവരുടെ വിശ്വാസികളുടെ വീടായിരിക്കും. അവിടെ അവര് സ്വന്തം സഹോദരനുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു, ഭയങ്കര അതിര് വഴക്ക്, ചീത്ത ഉപയൊക്കെ നടന്നു. അതിലൊരു ക്രമീകരണമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ ഈ പ്രിൻസ് മാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റതാണ്. അപ്പൊ ഇദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയത് പ്രാർത്ഥിക്കാൻ. അവർ പോയി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഇവരൊക്കെ ഭയങ്കര അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്, അന്യഭാഷ. അപ്പം കൂടെ വിശ്വാസത്തൊന്നും മനസ്സിലായില്ല. കൂടെ വന്ന ആളുമായിട്ട് ഇവര് തിരിച്ച് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറയാം, ഇവര് സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കും ചീത്തവിളിയൊക്കെ ഉണ്ടായിരുന്നു, ക്രമീകരണം വ്യക്തിയായിട്ടൊന്നും അറിയില്ല. പാസ്റ്റർ മനസ്സിലായ ഭയങ്കര ചീത്തയാ പറഞ്ഞത്. ഞാൻ അന്യഭാഷയെ പറഞ്ഞത് വിവേചിച്ച് കൂടെ വന്ന ആൾ പറഞ്ഞത് ഭയങ്കര തെറിയ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്കതിന്റെ വാസ്തവം അറിയത്തില്ല. പ്രിൻസ് വാസ്തു പ്രസംഗിച്ച് TV പവർ മിഷനിൽ കിടപ്പുണ്ടാക്കി ശരി, അത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഐക്യതയില്ലാതെ, ദൈവമായിട്ടോ ആരോഗ്യവുമായിട്ടോ ഐക്യതയില്ലായെങ്കിൽ നമ്മൾ വാതുറക്കരുത് അന്യഭാഷ പറയാൻ. അന്യഭാഷ പറയുമ്പോഴെല്ലാം ആത്മാവിലാണ് നമ്മൾ വിചാരിക്കരുത്. ആത്മാവിൽ നിറയുന്നവർ അന്യഭാഷ പറയും. നിശ്ചയമായിട്ടും അന്യഭാഷ ഒരു അടയാളമാണ്.
പക്ഷേ നമ്മുടെ ജീവിതം നമ്മൾ ശുദ്ധീകരിക്കണം. പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുവാൻ ഇടയാകരുത്. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നാം ഐക്യതയിൽ തികഞ്ഞവരാണ്. പൗലോസിന്റെ ആഗ്രഹം, എന്റെ യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭൂമിയിൽ നടപ്പാകണം. ദൈവമക്കൾ ഐക്യതയുള്ളവരാകണം. ദൈവമക്കൾ ഐക്യതയുള്ളവരായി തീർന്നാൽ, സ്തോത്രം, ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്വർഗം അവരുടെ വേണ്ടി തുറക്കും. അവർ സ്വർഗത്തിന്റെ വാതിലായി മാറും. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകും. ദൈവമക്കളെ, കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, യേശു ദേവാലയത്തിൽ വന്ന് ദേവാലയം ശുദ്ധീകരിച്ചു. നാണ്യം വിൽക്കുന്നവരെയൊക്കെ അവരുടെ മേശ തൂകിക്കളഞ്ഞു. മൃഗങ്ങളെല്ലാം ഓടിച്ചു, പറകളെയൊക്കെ അഴിച്ചുവിട്ടു, ദേവാലയം ശുദ്ധീകരിച്ചു. അവർ ചോദിച്ചു, ഏത് അധികാരം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവർ മഹാപുരോഹിതന്മാരൊക്കെ ചോദ്യം ചെയ്തു. പക്ഷെ അടുത്തൊരു വാക്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, കുരുടന്മാരും മുടന്തന്മാരും വന്ന് യേശു അവരെ സൗഖ്യമാക്കിയത്. ആലയത്തിൽ യേശു സൗഖ്യമാക്കുന്നതിന് മുമ്പ് ശുദ്ധീകരണം നടത്തിയത്. യേശു ശുശ്രൂഷ നടത്തുന്നതിന് മുമ്പേ തന്നെ ആദ്യം ഇതാ ചെയ്തത്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ദേവാലയം ശുദ്ധീകരിച്ച് നമ്മൾ വായിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു കർത്തൃയോഗത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ടായില്ല. യേശു മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെയും യേശു ആലയം ശുദ്ധീകരിച്ചു. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആലയമാണ്. എല്ലാ ദിവസവും നമുക്ക് മാനസാന്തരം വേണം. എല്ലാ ദിവസവും നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങി വസിക്കണം. നമ്മൾ സ്വർഗത്തിന്റെ വാതിലായിരിക്കണം. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി ഒരു കാര്യങ്ങളും ഉണ്ടായിരിക്കരുത്. അപ്പോൾ മാത്രമേ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു കാര്യം പറയാൻ യേശു തന്നെ പറഞ്ഞു, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചാൽ നിലനിൽക്കത്തില്ല. ഒരു ഭവനം തന്നിൽ തന്നെ ചിത്രിച്ചാൽ നിലനിൽക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സഭ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഐക്യതയാണ് വേണ്ടതെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. രണ്ടുപേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കുന്നു? ആമോസ് 3:3. പെട്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിൽ ഞാൻ ഇതാണല്ലോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പറയേണ്ടത് പറയുന്നത്? ദൈവാത്മാവിന്റെ ഹൃദയത്തിലേക്ക് പ്രേരണ ഉണ്ടെന്ന വാക്യമായി പറയുന്നത്, രണ്ടുപേര് ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും? ഇന്ന് നമ്മളിവിടെ ആരാധനയ്ക്ക് വന്നല്ലോ. യേശു നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ യേശുവിന്റെ കൂടെയാണോ വന്നത്? യേശു നമ്മളിൽ ഉണ്ടോ? നമ്മൾ യേശുവിനോട് കൂടെയാണ് ആരാധിക്കുന്നത്. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തെ അവൻ പ്രസാദിപ്പിച്ചെന്ന് സാക്ഷ്യം കാണിച്ചു. ദൈവമക്കളെ, എന്റെ ഈ ഫോക്കസ് മുഴുവൻ, ഞാനിപ്പോൾ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം യേശുവിനെ പോലെ ആകണമെന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ യേശുവിന്, അതുകൊണ്ട് അതല്ലേ പറഞ്ഞത്, ദൈവത്തിന്റെ അരികിൽ നമ്മളെ എത്തിക്കണം. യേശുവിനെ പോലെ നമ്മളാകണം. നമ്മളെ ദൈവത്തിന്റെ അരികിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ യേശുവിനെ പോലെ ആകണം. യേശു നമ്മളിൽ വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾ യേശു ദൈവത്തെ പോലെ ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അരികിൽ വസിക്കാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ അരികിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിന്റെ അരികിൽ നമ്മൾ ചെല്ലണമെങ്കിൽ, ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ, ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യെഹിസ്കിയാവ് ചെയ്തതുപോലെ ദൈവത്തിന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണി തീർത്തു കഴിഞ്ഞപ്പോൾ ദൈവം വലിയ സന്തോഷം അയച്ചു. കാര്യം വേഗത്തിലല്ലോ നടന്നത്. ശലോമോൻ ആലയം പണിയെല്ലാം പൂർത്തിയാക്കിയപ്പോൾ ദൈവത്തിന്റെ ഷെക്കീന ഗ്ലോറി അവിടെ ഇറങ്ങി വന്നു. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയമാണ്. വെറുതെ പാട്ടുപാടി ചർച്ചിൽ പോയി ആരെങ്കിലും പാടുന്ന മ്യൂസിക്കെല്ലാം നല്ലതായിരിക്കുന്നെന്ന് പറഞ്ഞ് കേട്ടിട്ട് കാര്യമില്ല. യേശു നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ, യേശുവിനോടുകൂടെ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. യേശു സ്നേഹമാണ്. എപ്പോ വേണമെങ്കിലും അവനുമായി ഒരുങ്ങാം, അവനോട് യഥാസ്ഥാനപ്പെടാം. അവൻ ഒന്നിലധികം അവസരങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ ഈ സൂമിലൂടെയോ ഈ വെബ്സൈറ്റിലൂടെയോ എന്റെ ഈ വചനം ഇന്ന് കേൾക്കുന്നതിലൂടെയോ ആരോടെങ്കിലും ദൈവാത്മാവ് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം യേശുവുമായിട്ട് നിരപ്പായിട്ടില്ലെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിന്റെ ഒരു വാതിലായി മാറിയിട്ടില്ലെങ്കിൽ,
ഇന്ന് ദൈവാത്മാവ് നിങ്ങളെ അതിനായി ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചനത്തിലൂടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വന്ന സമയം മുതൽ നീ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. നിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുത്തെ പ്രാർത്ഥനയും പൗലോസിന്റെ ആഗ്രഹവും പ്രസംഗവും എല്ലാം ദൈവമക്കൾ അവരെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുമെന്ന് ഐക്യതയിൽ നടക്കണമെന്നാണല്ലോ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് സാധിക്കുവാൻ ഇടയാക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കൃപകൾ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൃപയൊന്നുമല്ല, ഞങ്ങളുടെ പ്രസംഗം മാത്രമല്ല കൃപയെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തന്നിരിക്കുന്ന കൃപ എന്താണെന്ന് മനസ്സിലാക്കി ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ മുഴുവനും ഐക്യതയ്ക്ക് വേണ്ടിയാണ്. ആമേൻ, ആമേൻ. ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ഒരു വനങ്ങളും ഒരു കൃപകളും ഭിന്നതകൾ ഉണ്ടാക്കുവാൻ ദൈവം തന്നിട്ടുള്ളതല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് കൃപാവരങ്ങളെ യൂസ് ചെയ്യുവാൻ കൃപ തരണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ സത്യങ്ങളെ പിന്നെയും മനസ്സിലാക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവ്വഭൂതീകവീന ദൈവത്തിന്റെ സമാധാനം നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെ ഇന്ന് ഉണ്ടായിരിക്കുമാറാകട്ടെ.